ഇല്ലേ? പിന്നെ അവളെവിടെ പോയി? ആ ഗിരിജ കൊറേ നേരമായിട്ട് വിളിച്ചിട്ട് അവള് വാതിൽ ഓർക്കുന്നില്ല. എന്തൊരു ബഹളായത്! നിങ്ങൾ ആ പാവത്തിന് ഉറങ്ങാനും സമ്മതിക്കില്ലേ? ഉറങ്ങാൻ അവളിവിടെ ഉണ്ടായിട്ട് വേണ്ടേ? അല്ല, നിങ്ങൾക്ക് എന്താ പ്രശ്നം? എന്തിനാ എന്റെ മോളെ കുറിച്ച് നുണക്കഥ പറയുന്നത്? നിങ്ങളുടെ മോളെ കുറിച്ച് ആരും നുണക്കഥ പറയുന്നു നിങ്ങൾ പറയുന്നേ? നീയും ദാ ഇവളും കൂടി തന്നെ. ഓ, മുറിയിൽ ഉറങ്ങാൻ കയറിയ കൊച്ച് ഇവിടെ ഇല്ലെന്ന് പറയുന്നത് നുണയല്ലേ? എന്റെ അമ്മേ, ഞാനും നാത്തോനും കൂടി ഈ മുറിയിലും കുറെ നേരമായിട്ട് തട്ടി വിളിക്കാൻ. മുറിയിലുണ്ടെങ്കിൽ അവിടെ തുറക്കില്ലേ? ഇത്രയും നേരം അവള് തുറന്നില്ലെങ്കിൽ അതിനർത്ഥം അകത്താളില്ലെന്നല്ലേ? സത്യം പറഞ്ഞ മുത്തശ്ശി അച്ഛനും കൂടി ആവശ്യമില്ലാത്ത സപ്പോർട്ട് അവൾക്ക് കൊടുക്കുന്നോണ്ടാ ഈ കള്ളത്തരൊക്കെ അവള് ചെയ്യുന്നേ. അശി, നീ നിന്റെ അമ്മയെ പോലെ ദുർഗയെ പറ്റി വേണ്ടതിനെ പറയരുത്. അവള് നിന്റെ ചേച്ചിയാ, അത് നീ മറക്കണ്ട. എന്തേ ഇതിനൊക്കെ ദേവനെ പറഞ്ഞാ മതിയല്ലോ. ഭാര്യ നിലക്ക് നിർത്തണമായിരുന്നു. അമ്മയെ കണ്ടല്ലേ മക്കള് പഠിക്കുന്നത്. പോരാത്തതിന് അപ്പച്ചിയുടെ സപ്പോർട്ടും. ശരി, ഞങ്ങളുടെ ഭാഗത്താ തെറ്റ്, സമ്മതിക്കുന്നു. അമ്മ തന്നെ പുന്നാര കൊച്ചുമോളെ വിളിച്ചൊന്ന് വാതില് തുറപ്പിക്കേ. അപ്പ അറിയാലോ സത്യം. അതെ, അവൾ ഇതിനകത്തില്ലെന്ന് ബോധ്യപ്പെടുമ്പോഴെങ്കിലും ഞങ്ങളായിരുന്നു ശരിയെന്ന് സമ്മതിക്കണം. ശരി, അവൾ ഇതിനകത്തുണ്ടെങ്കിലോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഉണ്ടെങ്കിലല്ലേ അത് അപ്പ നോക്കാം. ആണോ? മാറിയേ. നോക്ക. മോളെ ദുർഗേ, ഇപ്പൊ മുത്തശ്ശിയാ, മോള് വാതിലോർക്ക്. മോളെ, ഞാൻ പറഞ്ഞില്ലേ അവൾ ഇതിനകത്തൊന്നും ഇല്ല. ദുർഗ, തുറന്നു തന്നെ. ദുർഗ. എന്താ മുത്തശ്ശി?